ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +2 സോഷ്യോളജിയുടെ 9ാമത്തെ ചാപ്റ്റർ കൾച്ചറൽ ചേഞ്ച്, അതിൻ്റെ 4ാം ഭാഗം. ഇനി കൾച്ചറൽ ചേഞ്ചിലെ 2ാമത്തെ കൾച്ചറൽ ചേഞ്ചാണ് വെസ്റ്റേണൈസേഷൻ, പാശ്ചാത്യവൽക്കരണം. M.N. Srinivas defined westernization in terms of the change in Indian society due to the impact of British rule in India. M.N. Srinivas 1966 വെസ്റ്റേണൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ് രൂപീകരിച്ചത്. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സ്വാധീനം മൂലം ഇന്ത്യൻ സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ, അതായത് ബ്രിട്ടീഷ് സംസ്കാരത്തെ അനുകരിക്കുക, ഇതിനെയാണ് പാശ്ചാത്യവൽക്കരണമെന്ന് അദ്ദേഹം നിർവചിച്ചത്. ദ ഏരിയാസ് ഓഫ് ചേഞ്ച് ഇൻക്ലൂഡ് ടെക്നോളജി, ഡ്രസ്, ഫുഡ് ആൻഡ് ചേഞ്ചസ് ഇൻ ദ ഹാബിറ്റ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓഫ് ദ പീപ്പിൾ. മാറ്റങ്ങൾ വന്നത് എന്തൊക്കെയാണ്? അതായത് സാങ്കേതിക വിദ്യയിൽ, വസ്ത്രധാരണം, ഭക്ഷണം, ആളുകളുടെ ശീലങ്ങൾ, ജീവിത രീതികൾ, ഇതൊക്കെ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടു. ബ്രിട്ടീഷ് ജനതയുടെ രീതികളെല്ലാം ഇന്ത്യൻ ജനത സ്വീകരിക്കാൻ തുടങ്ങി. ഇതാണ് പാശ്ചാത്യവൽക്കരണം. ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഹാഡ് two-fold ഇമ്പാക്റ്റ് ഓൺ വെസ്റ്റേണൈസേഷൻ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് പാശ്ചാത്യവൽക്കരണത്തിൻ്റെ വേഗത കൂട്ടിയത്. 2 ഇമ്പാക്റ്റാണ് ഇതിലെടുത്ത് പറയേണ്ടത്. ഒന്ന്, വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ ഒരുപാട് പാശ്ചാത്യ മൂല്യങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ സ്വാധീനിച്ചു. ഇംഗ്ലീഷ് എഡ്യൂക്കേഷനാണ് അത് നൽകിയത്. ദ ഇൻകൾക്കേഷൻ ഓഫ് വെസ്റ്റേൺ വാല്യൂസ് ആൻഡ് ഐഡിയോളജീസ് എമംഗ് ദ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ്. രണ്ടാമത്തത് ദ റൈസ് ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റീഫോർമേഷൻ മൂവ്മെൻറ്റ്. ഈ വിദ്യാഭ്യാസം ലഭിച്ചപ്പോൾ ഒരുപാട് പ്രസ്ഥാനങ്ങൾ, സാമൂഹിക സാംസ്കാരിക നവീകരണ പ്രസ്ഥാനങ്ങൾ വന്നു. അതിൻ്റെ സപ്പോർട്ടേഴ്സിൻ്റെ എണ്ണം കൂടി. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പാശ്ചാത്യവൽക്കരണത്തിന് വേഗത കൂട്ടിയത് എന്ന് പറയാം. എഡ്യൂക്കേഷൻ വാസ് കൺഫൈൻഡ് ടു ദ അപ്പർ ആൻഡ് മിഡിൽ ക്ലാസ് അർബൻ പീപ്പിൾ. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ വിദ്യാഭ്യാസം സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമായിരുന്നു. അത്ര ദരിദ്രാവസ്ഥയിലായിരുന്നു, ജാതിയുടെ വ്യവസ്ഥയുടെ വലിയ പിടിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് സാമ്പത്തികമായി അധപ്പതനമായിരുന്നു. ആ സമയത്ത് താഴ്ന്ന അല്ലെങ്കിൽ കോമൺ പീപ്പിളിന് ചിന്തിക്കാൻ പോലും പറ്റാത്തതായിരുന്നു വിദ്യാഭ്യാസം. അതുകൊണ്ട് തന്നെ മധ്യവർഗ വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ അപ്പർ വിഭാഗങ്ങൾക്കൊക്കെ മാത്രമാണ്, അത് നഗരത്തിൽ താമസിക്കുന്ന ഗ്രാമീണർക്കല്ല, നഗരത്തിൽ താമസിക്കുന്നവർക്കാണ് വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭ്യമായത്. ദ ബ്രിട്ടീഷ് റൂൾ ക്രിയേറ്റഡ് എ ന്യൂ കോൺഷ്യസ്നെസ് ആൻഡ് സ്ട്രക്ചർ ഓഫ് വാല്യൂസ്. അപ്പം അത് ലഭിച്ച നഗരവാസികൾ അല്ലെങ്കിൽ ഉയർന്ന മധ്യവർഗ നഗരവാസികൾ, അവർക്ക് പുതിയ ബോധവും ഒരു മൂല്യങ്ങളുടെ ഒരു പുതിയ അവബോധം ലഭിച്ചു. അവരിൽ നിന്നാണ് കുറേ പേർ നവീകരണ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങുകയും സമൂഹത്തിലെ മാറ്റങ്ങൾ, ഭാരതത്തിലെ ചില അനാചാരങ്ങൾ മാറ്റണം എന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്തത്. ഇനി വെസ്റ്റേണൈസേഷൻ ടേക്ക് പ്ലേസ് അറ്റ് 3 ലെവൽസ്. പാശ്ചാത്യവൽക്കരണത്തിന് 3 തലങ്ങളിലായിട്ടാണ് പാശ്ചാത്യവൽക്കരണം നടന്നത്. ഒന്ന് പ്രൈമറി ലെവൽ, 2 സെക്കൻഡറി, 3ാമത്തത് ടേർഷറി. പ്രാഥമികം, ദ്വിതീയം, 3ാമത്തത് തൃതീയം. 3ാമത്തത് എന്നാണ് ഇവിടെ പ്രിൻ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ അതിന് മലയാളത്തിൽ ടേർഷറി എന്നുള്ളതിൻ്റെ മലയാളം തൃതീയം എന്നുള്ളതാണ്. അറ്റ് ദ പ്രൈമറി ലെവൽ മൈനോറിറ്റി ഓഫ് പീപ്പിൾ. അപ്പോൾ പ്രാഥമിക തലത്തിൽ വളരെ ഒരു ന്യൂനപക്ഷങ്ങളാണ്, അവരാണ് ബ്രിട്ടീഷുകാരുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായ വ്യക്തികൾ, ഉദ്യോഗസ്ഥന്മാർ. ഇന്ത്യയിൽ തന്നെ ഹൈ എഡ്യൂക്കേറ്റഡായ ആളുകൾ, ബ്രിട്ടീഷുകാരുമായി നേരിട്ട് ഇടപഴകുന്ന അവരുടെ ഉദ്യോഗസ്ഥന്മാർ, ഇതൊക്കെയാണ് പ്രൈമറി ലെവലിലുള്ള ഉപഭോക്താക്കൾ. ഇനി ഗുണഭോക്താക്കൾ എന്ന് പറയാം, ബെനിഫിഷ്യറീസ്. മൈനോറിറ്റി പീപ്പിൾ ഹു ഫസ്റ്റ് കെയിം ഇൻ ടു കോണ്ടാക്ട് വിത്ത് വെസ്റ്റേൺ കൾച്ചർ, അതായത് പാശ്ചാത്യരോടൊപ്പം ഇടപഴകാൻ അവസരം ലഭിച്ചവരെ, അവരോടൊപ്പം സംസാരിക്കുവാനും അവരുടെ വീടുകളിൽ ചെല്ലാനും അവരോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനും ഒക്കെ അവസരം ലഭിച്ച, വളരെ ക്ലോസ് ആയിട്ട് ഇടപഴകാൻ പറ്റിയ കുറച്ച് ഭാരതീയർ, വിദ്യാഭ്യാസമുള്ളവർ. മെനി ഓഫ് ദ ഏർലി 19th century റീഫോമേഴ്സ് വേർ ഓഫ് ദിസ് കൈൻഡ്. അതിൽ നിന്നൊക്കെയാണ് റീഫോമേഴ്സ് ഫസ്റ്റ് 19th century ഉണ്ടായത്. അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുക്കുന്ന ഓഫീസേഴ്സ് ഹു ട്രേഡഡ് വിത്ത് ദം, അവരുമായിട്ട് ഇടപഴകിയ ഓഫീസേഴ്സ്. പ്രാഥമിക തലത്തിൽ പാശ്ചാത്യ സംസ്കാരവുമായി ആദ്യം സമ്പർക്കം പുലർത്തുന്ന ഒരു ന്യൂനപക്ഷം, അതായത് ഹൈ കാസ്റ്റ്, ഹൈ ക്ലാസ് പീപ്പിൾ.
അവരാണ് ആദ്യ ഭോക്താക്കൾ എന്ന് പറയുമ്പോൾ അവരാണ് വെസ്റ്റേണൈസേഷൻ അവർക്ക് ആദ്യമായിട്ട് ലഭിച്ചത്. ബ്രിട്ടീഷുകാരുമായി അടുത്തിടപഴകിയ ഉദ്യോഗസ്ഥരായ ഇന്ത്യക്കാർ സാമൂഹ്യ പരിഷ്കർത്താക്കൾ. ഇനി സെക്കൻഡറി ലെവൽ ഓഫ് വെസ്റ്റേണൈസേഷൻ ഇവരിൽ നിന്നാണ്, അതായത് ബ്രിട്ടീഷുകാരുമായി ഇടപഴകിയ ഇന്ത്യക്കാരിൽ നിന്ന്, ഇന്ത്യക്കാരുടെ കുടുംബാംഗങ്ങൾ ഇതൊക്കെയാണ് വെസ്റ്റേണൈസ് ആയത്. സെക്കൻഡറി ലെവൽ ഓഫ് വെസ്റ്റേണൈസേഷൻ റെഫേഴ്സ് ടു ദോസ് സെക്ഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ഹു കെയിം ഇൻ ടു ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദ പ്രൈമറി ബെനിഫിഷ്യസ്. അതായത് പ്രൈമറി നേരിട്ട് ബ്രിട്ടീഷുകാരുമായി ആളുകളുമായി നേരിട്ട് ഇടപഴകിയവർ എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ, വീട്ടിലെ അംഗങ്ങൾ. ഇപ്പോൾ ഒരു അച്ഛൻ ഒരു മിലിറ്ററിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, ബ്രിട്ടീഷുകാരുമായി ഇടപഴകുന്ന വലിയൊരു ഓഫീസറാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ആ കുടുംബവും പാശ്ചാത്യവൽക്കരിക്കുകയാണ്. ആ കുടുംബം മുഴുവൻ പാശ്ചാത്യ മൂല്യങ്ങൾ അറിയുന്നു, അല്ലെങ്കിൽ ജീവിത രീതി അവരുടെ മാറുന്നു. ഇതൊക്കെയാണ് എക്സാമ്പിൾ. സ്പൗസസ് എന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളിക്ക് പല സ്വാതന്ത്ര്യങ്ങളും പണ്ട് സ്ത്രീക്ക് കിട്ടാതിരുന്ന സ്വാതന്ത്ര്യങ്ങൾ ലഭിക്കുന്നു. അതുപോലെ വീട്ടിലെ ജീവിത രീതി മാറുന്നു, വെസ്റ്റേൺ സ്റ്റൈലിൽ ഡ്രസ്സ് ചെയ്യാനുള്ള അനുവാദം ലഭിക്കുന്നു. അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരുന്നു. വെജിറ്റേറിയൻ ഫുഡ് മാറി അവിടെ നോൺ വെജ് കട്ട്ലേറ്റ് അല്ലെങ്കിൽ സ്റ്റൂ അങ്ങനെയുള്ള ഐറ്റംസ് ബ്രിട്ടീഷുകാർ ഉപയോഗിക്കുന്നതെല്ലാം വരുന്നു. അപ്പം ഇതാണ് ഫാമിലിയും ജീവിത പങ്കാളി, കുടുംബാംഗങ്ങൾ, ഇതൊക്കെയാണ് ഏറ്റവും ആദ്യമായിട്ട് സെക്കൻഡറി ലെവലിലെ ബെനിഫിഷ്യേഴ്സ് എന്ന് പറയും. സ്ലോലി ഫാമിലി ലൈഫ് വുഡ് വെസ്റ്റേണൈസ്, അവരുടെ ജീവിത രീതി തന്നെ വെസ്റ്റേണൈസ് ആകുകയാണ് ചെയ്യുന്നത് അവരിലൂടെ. ബ്രിട്ടീഷുകാരുമായി നേരിട്ട് സമ്പർക്കമുണ്ടായിരുന്നവരിലൂടെ അവരുടെ കുടുംബവും പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ വീട്ടിലുള്ള ജീവിത രീതി തന്നെ മാറി. അക്രോസ് ദ കൺട്രി എ വെരി വൈഡ് സെക്ഷൻ ഓഫ് മിഡിൽ ക്ലാസ് ഹോംസ് ഹാവ് എ ടെലിവിഷൻ സെറ്റ്, എ ഫ്രിഡ്ജ്, സം കൈൻഡ് ഓഫ് സോഫ സെറ്റ്, എ ഡൈനിങ് ടേബിൾ ആൻഡ് ചെയർ ഇൻ ദ ലിവിങ്. ഇപ്പോൾ ടെലിവിഷൻ സെറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കാര്യമാണ് പറയണത്. പക്ഷേ അതല്ല, അന്ന് ടെലിവിഷൻ സെറ്റൊന്നുമില്ല, ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആധുനിക പാശ്ചാത്യരുടെ ജീവിത രീതി, സോഫ സെറ്റ്, ഡൈനിങ് ടേബിൾ, ചെയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നു. അറ്റ് tertiary level are those who came to know indirectly about the devices through the introduced by the British. മൂന്നാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ തൃതീയ ലെവലിൽ ബ്രിട്ടീഷുകാരുമായി നേരിട്ട് ഇടപഴകുന്നതിന് അവസരം കിട്ടിയിട്ടില്ല. അവർ ഇടപഴകുന്നവർ കുടുംബാംഗങ്ങളൊന്നുമില്ല. എങ്കിലും മാധ്യമങ്ങളിലൂടെ, റേഡിയോയിലൂടെ, അന്നത്തെ പത്രമാധ്യമങ്ങളിലൂടെ പുതിയ അറിവുകൾ, ആശയങ്ങൾ ഒക്കെ അവർക്ക് പരോക്ഷമായി ലഭിക്കുന്നു. ഇതിനെയാണ് തൃതീയ തലങ്ങൾ. ഇപ്പോൾ റേഡിയോ ഒക്കെയാണ് കാലത്ത് മാധ്യമങ്ങളെന്ന് പറഞ്ഞുണ്ടായിരുന്നത്. റേഡിയോയും ന്യൂസ് പേപ്പറുമാണ്, ടെലിവിഷനും ഒന്നും ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട 3 ലെവൽസ്: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി ലെവൽ. ഇനി മീഡിയ സ്റ്റാർട്ട് ചെയ്തത് 1860-ലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ മീഡിയ വന്നത് പ്ലേഡ് വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് എഡ്യൂക്കേറ്റിംഗ്. ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, കൺവിൻസ് ചെയ്യുക, മൊബിലൈസിങ് ദ പീപ്പിൾ ഇൻ ടേംസ് ഓഫ് സ്പ്രെഡിങ് നാഷണലിസ്റ്റ് ഐഡിയാസ്, ആളുകളെ ഒന്നിച്ചു കൂട്ടുവാൻ ഇപ്പോൾ റേഡിയോ അല്ലെങ്കിൽ പത്രങ്ങൾ ഇതൊക്കെ വളരെ യൂസ്ഫുള്ളായിരുന്നു. പിന്നെ ആശയങ്ങൾ, ദേശീയ നേതാക്കളുടെ ആശയങ്ങൾ ഇതിലൂടെ പ്രചരിപ്പിക്കാനും സാധിച്ചു. ദിസ് ഇൻക്ലൂഡ്സ് അറ്റ് ബ്രിട്ടീഷ് ടൈം and literary working for various purpose and plays a major role in India during British period. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ പത്രം, അതായത് നാഷണലിസ്റ്റ് പത്രങ്ങൾ നിരോധിക്കപ്പെട്ട സമയമാണെങ്കിൽ രഹസ്യമായിട്ട് പ്രിൻറ്റിങ് നടന്നു, അത് വിതരണം നടന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഐഡിയാസ് പ്രചരിപ്പിക്കാൻ സാധിച്ചു. മാധ്യമങ്ങളിലൂടെ പല പുതിയ ആശയങ്ങളാണ് പ്രചരിപ്പിക്കാൻ സാധിച്ചത്. സ്വാതന്ത്ര്യം, സമത്വം, അതുപോലെ തന്നെ ജനാധിപത്യം, ഇങ്ങനെയുള്ള നവീന ചിന്തകൾ ഭാരതീയർക്ക് പകർന്നു നൽകിയത് മീഡിയാസാണ്. ഇതാണ് തൃതീയ ലെവലിലുള്ള പാശ്ചാത്യവൽക്കരണം. അപ്പോൾ അതിനെ ഏറ്റവും സഹായിച്ചത് നമുക്കറിയാം പത്രങ്ങൾ, റേഡിയോകൾ തന്നെയാണ്. അതിലൂടെ ആളുകൾ, ഒരു വിഭാഗം ആളുകൾ, ഒരു മെജോറിറ്റി ആളുകൾ ബോധവൽക്കരിക്കപ്പെട്ടു. അവർ വെസ്റ്റേണൈസായി, അവരുടെ ചിന്തകൾ മാറി, ഇടുങ്ങിയ ചിന്തകളൊക്കെ മാറി, അവർക്ക് പുതിയ ആശയങ്ങൾ ഒക്കെ ലഭിച്ചു. However, the spread of westernization has been uneven and unequal among the different sections of Indian society. അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴും നമുക്കറിയാം, ഭാരതീയർക്ക് എല്ലാവർക്കും ഒരേപോലെ പാശ്ചാത്യവൽക്കരണത്തിൻ്റെ വ്യാപനം സംഭവിച്ചിട്ടില്ല.
കുറേ വിഭാഗങ്ങൾക്കിടയിൽ വളരെ നല്ല രീതിയിൽ പാശ്ചാത്യവൽക്കരണം സ്വാധീനം ചെയ്തു. ചില ഇടങ്ങളിലൊക്കെ ഒട്ടും തന്നെ അത് സ്വാധീനിച്ചിട്ടില്ല. ഒരേപോലെയല്ല പാശ്ചാത്യവൽക്കരണം ജനങ്ങളുടെ ഇടയിൽ വ്യാപിച്ചതെന്ന് പറയാം. സം ഗ്രൂപ്പ് ഓഫ് ഇന്ത്യൻസ് ഇമിറ്റേറ്റഡ് വെസ്റ്റേൺ സ്റ്റൈൽ ഇൻ ഡ്രസ്സിങ്. ചിലവർ വസ്ത്രധാരണം ഇൻ അഡീഷൻ ടു വെസ്റ്റേൺ വേ ഓഫ് തിങ്കിങ്, അവരുടെ ചിന്തകളും മാറി. ചിലർക്ക് പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ചു, അവർ പാശ്ചാത്യരുടെ ചിന്താരീതികളും ജീവിത ശൈലികളും ഒക്കെ സ്വീകരിച്ചു. നമുക്കറിയാം അതൊരു മൈനോറിറ്റി വിഭാഗമാണ്, അവർക്ക് മാത്രമാണ് അതിനുള്ള ഭാഗ്യം ലഭിച്ചത്. ദേ ഓൾസോ ഷോഡ് ഇൻട്രസ്റ്റ് ഇൻ യൂസിങ് മോഡേൺ സയൻസ് ആൻഡ് ടെക്നോളജി. അവർക്ക് പുതിയ സാങ്കേതിക വിദ്യ, വേഷവിധാനങ്ങൾ, ഭക്ഷണ രീതികൾ, ശീലങ്ങൾ ഇതൊക്കെ അത് പാശ്ചാത്യ രീതിയിൽ അവർ അഡോപ്റ്റ് ചെയ്തു എന്ന് പറയാം. ദ പീപ്പിൾ ഇമിറ്റേറ്റിംഗ് എക്സ്റ്റേണൽ ഫോംസ് ഓഫ് കൾച്ചർ, but it cannot be taken for granted that they also adopted modern value of equality, democracy, etc. അപ്പോൾ നമുക്കറിയാം വളരെ ഇങ്ങനെ എക്സ്റ്റേണൽ ഫോം ഓഫ് കൾച്ചർ എന്ന് പറഞ്ഞാൽ വേഷവിധാനങ്ങൾ, ഭക്ഷണ രീതികൾ മാത്രമല്ല ആളുകൾ ഭാരതീയർ സ്വാധീനിച്ചത് പാശ്ചാത്യ ആശയങ്ങൾ പോലും. സമത്വം, സാഹോദര്യം, ജനാധിപത്യം എന്നീ മൂല്യങ്ങൾ ഇതൊക്കെ ഭാരതീയരെ സ്വാധീനിച്ചു. ഈവൻ ദ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ വർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ വെസ്റ്റേണൈസേഷൻ. നമ്മുടെ ഭാരതത്തിലെ ഇന്ത്യൻ കലയും സാഹിത്യത്തിലും വരെ പാശ്ചാത്യവൽക്കരണം സ്വാധീനിക്കുകയുണ്ടായി. അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഫേമസ് ഇന്ത്യൻ ആർട്ടിസ്റ്റ് ലൈക്ക് അഭിനേന്ദ്രനാഥ് ടാഗോർ, അതുപോലെ ചന്തു മേനോൻ, ബങ്കിം ചന്ദ്ര ചതോപാധ്യായ, രവിവർമ്മ, ഇവരുടെ കലാരൂപങ്ങളിൽ വരെ പാശ്ചാത്യവൽക്കരണം നമുക്ക് കാണാം. ഇനി ചന്ദ് മേനോൻ, അതുപോലെ തന്നെ ഈ പേരുകളാണ് രവിവർമ്മയെ പോലുള്ള കലാകാരന്മാരെയും അല്ലെങ്കിൽ അഭിനേന്ദ്രനാഥ് ടാഗോർ, ചന്തു മേനോൻ, ചതോപാധ്യായ തുടങ്ങിയ എഴുത്തുകാരും, സോറി ആയിട്ട് അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, എഴുത്തുകാരെയും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഇത്തിരി തെറ്റാണ്. എഴുത്തുകാരെയും പാശ്ചാത്യ സംസ്കാരം സ്വാധീനിക്കുകയുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല പെയിൻറ്റിങ്ങിൽ വരെ ഈ പാശ്ചാത്യവൽക്കരണം ഇൻഫ്ലുവൻസ് ചെയ്യണം. ഇപ്പോൾ രവിവർമ്മ ഒരു ഫാമിലിയുടെ ഒരു പോർട്രേറ്റ് എഴുതിയിരിക്കുകയാണ്. പോർട്രേറ്റ് ഇൻ എ മാട്രിലിനിയൽ കമ്മ്യൂണിറ്റി ഓഫ് കേരള, ബട്ട് ഹിസ് പോർട്രേറ്റ് റിസംബിൾസ് ടിപ്പിക്കൽ പാട്രിലിനിയൽ ന്യൂക്ലിയർ ഫാമിലി ഇൻ ദ വെസ്റ്റ്. രവിവർമ്മയുടെ ചിത്രത്തിൽ പ്രമേയം, ശൈലി എന്ന് പറയുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു മാട്രിലിനിയൽ നായർ കമ്മ്യൂണിറ്റിയാണ് കേരളത്തിലെ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. പക്ഷേ അത് കാണിച്ചിരിക്കുന്നത് ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ്, പാട്രിലിനിയൽ പിതൃദ്രായക്രമമുള്ള പാട്രിലിനിയൻ ന്യൂക്ലിയർ ഫാമിലിയുടെ പിക്ചറാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ എത്രമാത്രം സ്വാധീനിച്ചു ഒരു മാട്രിലിനിയൻ നായർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞെങ്കിലും അച്ഛൻ, അമ്മ, 2 കുട്ടികൾ എന്നുള്ള രീതിയിലാണ് ആ പിക്ചർ വെച്ചത്. അപ്പോൾ ഇവിടെ രവിവർമ്മ ചിത്രങ്ങളുടെ പ്രമേയം, ശൈലി, അതുപോലെ സംഗീതം ടെക്നോളജിയാണ് ഉദ്ദേശിക്കുന്നത്, എന്നിവയെ രൂപപ്പെടുത്തുന്നതിൽ അതിൽ ചായ, പെയിൻറ്റിങ്സ് ഉപയോഗിക്കുന്ന ഇതെല്ലാം തന്നെ പാശ്ചാത്യവും തദ്ദേശീയവുമായ പാരമ്പര്യങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇനി എം.എൻ. ശ്രീനിവാസൻ്റെ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എം.എൻ. ശ്രീനിവാസ് റിമാർക്ക് ദാറ്റ് ദ ലോവർ കാസ്റ്റ് ഇൻ ഇന്ത്യ വാണ്ടഡ് ടു ബി സാൻസ്ക്രിറ്റൈസ്. ഇപ്പോൾ നമ്മൾ എം.എൻ. ശ്രീനിവാസൻ്റെ അഭിപ്രായം നേരത്തെയും കേട്ടതാണ്. അത് ലോവർ കാസ്റ്റ്, താഴ്ന്ന ജാതിക്കാർ ആഗ്രഹിച്ചത് സംസ്കൃതവൽക്കരണം നടത്തുവാനാണ്. കാരണം ഉയർന്ന ജാതിക്കാരുടെ ശീലങ്ങൾ, പ്രത്യേകിച്ച് ബ്രാഹ്മണരുടെ ശീലങ്ങൾ അനുകരിക്കാനാണ്. എന്നാൽ ഉയർന്ന ജാതിക്കാർ അപ്പോൾ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചത്? അവരാണ് പാശ്ചാത്യരെ അനുകരിക്കാനാണ് ശ്രമിച്ചത്. ഇത് 2 പ്രോസസ്സ് ഒരേ കാലഘട്ടത്തിൽ. നമുക്കറിയാം ഇവിടെ ഡേറ്റ് കൊടുത്തപ്പോൾ 66 ആണ്, സംസ്കൃതവൽക്കരണത്തിൻ്റെ കാലഘട്ടം 52 ആണ്. അപ്പോൾ ഇത് ഏകദേശം അടുത്ത സമാനമായ ഒരു കാലഘട്ടം തന്നെയാണെന്ന് പറയാം സംസ്കൃതവൽക്കരണവും അതുപോലെ തന്നെ ഈ പറഞ്ഞ പാശ്ചാത്യവൽക്കരണവും നടക്കുന്നത്. അപ്പോൾ ഇത് വെസ്റ്റേണൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചതാരാണ്? അപ്പർ കാസ്റ്റാണ്. അവരാണ് പ്രിഫർ ചെയ്തത് വെസ്റ്റേണൈസ് ചെയ്യുക. അപ്പോൾ താഴ്ന്ന ജാതിക്കാരെല്ലാവരും പ്രിഫർ ചെയ്തത് സംസ്കൃതവൽക്കരണത്തിനാണ് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഈ കമൻറ്റ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചില ഉദാഹരണങ്ങൾ ശരിയല്ല എന്നാണ് പറയുന്നത്. കാരണം ബട്ട് ദിസ് കമൻറ്റ് കനോട്ട് ബി അപ്ലൈഡ് ടു ദ ഹോൾ ഇന്ത്യ. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ മുഴുവൻ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ചില ഉദാഹരണങ്ങൾ പറയുന്നു അത് ശരിയല്ല. അതിന് ഉദാഹരണങ്ങൾ എടുത്തിരിക്കുന്നത് ഇവിടെ കേരളയിലെ തീയ ജാതികളാണ്. ഇൻ കേരള ദ കാസ്റ്റ് തീയ, അവർ അപ്പർ കാസ്റ്റ് ആയിരുന്നില്ല, അവർ വെസ്റ്റേണൈസ് ചെയ്യാനാണ് ആഗ്രഹിച്ചത്.
സാധാരണ തീയ ജാതികൾ, താഴ്ന്ന ജാതിക്കാരാണ് ഹിന്ദു വിഭാഗത്തിൽ. അവർ ബ്രാഹ്മണരെ അനുകരിക്കാനല്ല അവർ ശ്രമിച്ചത്, അവർ പാശ്ചാത്യരെ അനുകരിക്കാനാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ കേരളത്തിലെ തീയ വിഭാഗത്തിൽപ്പെട്ടവർ സംസ്കൃതവൽക്കരിക്കപ്പെടുവാനല്ല, പാശ്ചാത്യവൽക്കരിക്കപ്പെടുവാനാണ് ബോധപൂർവം പരിശ്രമിച്ചത്. എലൈറ്റ് അമംഗ് ദ തീയേഴ്സ് ടുക്ക് അപ്പ് ദ ബ്രിട്ടീഷ് കൾച്ചർ. അവർ ബ്രിട്ടീഷ് സംസ്കാരത്തെയാണ് സ്വാധീനിച്ചത്, അവരെ അതുമാത്രമല്ല അനുകരിക്കാൻ ശ്രമിച്ചത്. ആസ് ദേ വാണ്ടഡ് ടു മോർ കോസ്മോപൊളിറ്റൻ, ദെയർ ബൈ ഷോയിങ് ദെയർ ആറ്റിറ്റ്യൂഡ് ടു ദ കാസ്റ്റ്. അവർ കാസിസ്റ്റത്തെ വിമർശിക്കുകയാണ് ചെയ്തത്. ബ്രിട്ടീഷ് ആശയങ്ങൾ എടുത്തിട്ട് ജാതി വ്യവസ്ഥയെ വിമർശിച്ചു കൊണ്ടുള്ള, അവിടെയും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, ടൈപ്പ് ചെയ്തപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. വിമർശിച്ചു കൊണ്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു തീയ ജാതികൾ ആളുകൾ വെസ്റ്റേണൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ചെയ്തത്. അവർക്ക് ബ്രാഹ്മണരുടെ ജാതി വ്യവസ്ഥയോടും അതുപോലെ അവരുടെ പ്യൂരിറ്റിയോടൊന്നും താല്പര്യമില്ല. അവർ ജാതി വ്യവസ്ഥയെ വിമർശിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവർക്ക് തീയ ജാതിക്കാർ ബ്രാഹ്മണവൽക്കരണം അല്ലെങ്കിൽ സംസ്കൃതവൽക്കരണത്തിന് താല്പര്യപ്പെട്ടില്ല. അവർ പാശ്ചാത്യവൽക്കരണത്തിനാണ് തുനിഞ്ഞത്. സിമിലർലി വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഗേവ് ദ പീപ്പിൾ ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ പാശ്ചാത്യവൽക്കരണത്തിന് സഹായിച്ച മറ്റു പല കാരണങ്ങളും ഉണ്ട്. പുതിയ തൊഴിലവസരങ്ങൾ ലഭിച്ചു. അപ്പോൾ പല സ്ഥലങ്ങളിലും അവർ ജോലി ചെയ്യാൻ പോകേണ്ടി വന്നു. അപ്പോൾ അവർക്കത് അവരുടേതായ ഈ ബ്രാഹ്മണവൽക്കരണം അല്ലെങ്കിൽ സംസ്കൃതവൽക്കരണത്തിലൊന്നും താല്പര്യമില്ല. കാരണം അതൊന്നും പിന്തുടരുന്നതിൽ യാതൊരു അർത്ഥമില്ല. അതിനേലും കുറച്ചും കൂടി ഇവർക്ക് അട്രാക്റ്റീവായ തോന്നിയ ആശയങ്ങൾ വെസ്റ്റേൺ കൾച്ചർ, വെസ്റ്റേൺ ഫുഡ് ടൈപ്പ്, വെസ്റ്റേൺ ഡ്രസ്സിങ് പാറ്റേൺ, അതുപോലെ വെസ്റ്റേൺ തിങ്കിങ് ഒക്കെയാണ്. അപ്പോൾ സം ഏരിയാസ് ഓഫ് ഇമ്പാക്റ്റ് ഇൻക്ലൂഡ് എഡ്യൂക്കേഷൻ, ലോ, സയൻസ്, ടെക്നോളജി, ന്യൂ ഫോംസ് ഓഫ് പൊളിറ്റിസൈസേഷൻ, അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, പ്രസ്, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഏതെല്ലാം തലത്തിലാണ് പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടത്? വിദ്യാഭ്യാസം, നിയമം പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടു. പഴയ നിയമങ്ങളൊന്നുമല്ല, ഇന്ത്യൻ നിയമങ്ങളിലുള്ള പഴയ ബ്രാഹ്മണരാണ് നിയമങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. അതെല്ലാം മാറി ഒരു പീനൽ കോഡ് വന്നു. അതുപോലെ ശാസ്ത്രം എന്ന് പറഞ്ഞ പല അന്ധവിശ്വാസങ്ങളും നിലനിന്നിരുന്ന രീതികളായിരുന്നു ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. ഇന്ന് മാറി റീസണിങ്, തിങ്കിങ് ആരംഭിച്ചു. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ, പഴയ ടെക്നോളജി മാറി പുതിയ ടെക്നോളജി വന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയവൽക്കരണത്തിന് പുതിയ രൂപങ്ങൾ വന്നു. അതുപോലെ നഗരവൽക്കരണങ്ങൾ, വ്യവസായവൽക്കരണങ്ങൾ, മാധ്യമങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, ഇതെല്ലാം തന്നെ ആശയവിനിമയം എല്ലാം പാശ്ചാത്യ സ്വാധീനം ചെലുത്തി. ഇനി വെസ്റ്റേൺ ഇമ്പാക്റ്റ് ഹാസ് ബ്രോട്ട് അബൌട്ട് എ ന്യൂ ഗ്രേറ്റ് ട്രഡീഷൻ ഓഫ് മോഡേണൈസേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം വന്നത് എന്താണ്? ആധുനികവൽക്കരണം. അപ്പോൾ വെസ്റ്റേൺ ഇമ്പാക്റ്റ് ഭാരതത്തിലേക്ക് കൊണ്ടുവന്നത് ഒരു ആധുനികവൽക്കരണം അല്ലെങ്കിൽ നവീകരണമാണ്, ഒരു പഴയതിൽ നിന്നൊരു മാറ്റം. സെർട്ടൻലി ദിസ് പോസസ് ദ പ്രോബ്ലം ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഇൻഡിജിനസ് ട്രഡീഷൻ ആൻഡ് വെസ്റ്റേൺ ട്രഡീഷൻ ഇന്ത്യൻ സോയിൽ. തീർച്ചയായിട്ടും ഒരു നവീകരണം വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു ആധുനികത വന്നപ്പോൾ പാരമ്പര്യവും ആധുനികവും തമ്മിലൊരു സംഘർഷം ഉണ്ടായി കാണണം. പ്രത്യേകിച്ച് ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല മാറ്റങ്ങളും നമ്മുടെ ട്രഡീഷൻ അനുവദിക്കുന്നില്ല. അപ്പോൾ പാശ്ചാത്യ സ്വാധീനം നവീകരണത്തിൻ്റെ ഒരു പുതിയ പാരമ്പര്യം കൊണ്ടുവരികയാണ് ചെയ്തത്. അത് ഇന്ത്യൻ മണ്ണിൽ നമ്മുടെ തദ്ദേശീയ പാരമ്പര്യവും പാശ്ചാത്യ പാരമ്പര്യവും തമ്മിലൊരു സംഘർഷത്തിന് കാരണമാവുകയും ചെയ്തു. എ സിന്തസിസ് ബിറ്റ്വീൻ ദ ടു. എന്നാൽ പലപ്പോഴും ഇത് രണ്ടും കൂടി യോജിച്ചു പോകുന്നുണ്ട്. പെർട്ടിക്കുലർലി ഇൻ റിഗാർഡിങ് ടു ദ എലൈറ്റ് സെക്ഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയിലെ എലൈറ്റ് സൊസൈറ്റി, അതായത് ഉയർന്ന വിഭാഗക്കാർ, പണത്തിൻ്റെ കാര്യത്തിലും ജാതിയുടെ കാര്യത്തിലും ഉയർന്ന വിഭാഗക്കാരെയാണ് എലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരൊരു പുതിയ, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടൊരു പുതിയ രീതി, പാരമ്പര്യം പൂർണ്ണമായും അവർ ഉപേക്ഷിക്കുന്നില്ല, അതിൻ്റെ കൂടെ തന്നെ ഒരു പാശ്ചാത്യ പാരമ്പര്യവും എടുക്കുന്നു. ഇതിനെയാണ് ഗ്ലോബലൈസേഷൻ. ആഗോളതലത്തിൽ നമ്മളിതിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യ രീതിയുടെയും പാരമ്പര്യത്തിൻ്റെയും ഒരു മിശ്രിത രൂപമാണ് ആഗോളവൽക്കരണം എന്നറിയാം. കാരണം നമുക്കറിയാം, നമ്മളുടെ ഇവിടെ ട്രഡീഷണൽ ഫെസ്റ്റിവൽ എല്ലാം നടക്കുന്നു. ആ സമയത്ത് തന്നെ നമുക്ക് വെജിറ്റേറിയൻ ഫുഡൊക്കെ ഇവിടെ വരുന്നു. പുറത്തുനിന്ന് നമുക്ക് എന്താ പറയുക, ബ്രിട്ടീഷുകാരുടെ എല്ലാത്തരം ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തുന്നു. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ കൾച്ചർ മനസ്സിലാക്കിയിട്ടാണ് പല കാര്യങ്ങളും ഇവിടെ ഗ്ലോബലൈസ് ചെയ്യുന്നത്. നമ്മുടെ പല കലകളും ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി ഗ്ലോബലൈസ് ചെയ്യുമ്പോൾ അത് പല സ്ഥലങ്ങളിലും ഇന്ത്യൻ ട്രഡീഷൻ
വിൽക്കപ്പെടുന്നുണ്ട്, അതൊരു കമ്മോഡിറ്റി ആവുന്നുണ്ട് എന്ന് നമ്മൾ മാർക്കറ്റ് എന്ന ലെസണിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പാശ്ചാത്യ രീതിയുടെയും പാരമ്പര്യത്തിൻ്റെ ഒരു മിശ്രിത രൂപമാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയാം. നമുക്കിന്ന് ഇന്ത്യൻ ട്രഡീഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ പല വിദേശ രീതികളിലെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ നമ്മൾ ഇന്ത്യൻ ഭക്ഷണങ്ങൾ കഴിക്കുന്നു, അതോടൊപ്പം തന്നെ നമ്മൾ പാശ്ചാത്യ ഭക്ഷണങ്ങളും കഴിക്കുന്നുണ്ട്. ഇൻഫാക്റ്റ് ഇന്ത്യ ഈസ് ഇൻ ദ പ്രോസസ് ഓഫ് ബിക്കമിങ് ഗ്ലോബൽ മാർക്കറ്റ്സ് ഓഫ് എക്കണോമിക് ആൻഡ് പ്രൊഫഷണൽ ആക്ടിവിറ്റീസ്. നമുക്ക് ഇന്നറിയാം, നമ്മളിന്ന് ആഗോള വിപണി ഒക്കെ ഇന്ത്യയിൽ ആഗോള വിപണിയിൽ നമ്മൾ എല്ലാ ഉൽപ്പന്നങ്ങളും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ നമ്മൾ പല രാജ്യങ്ങളിലും കൊണ്ടുപോയി ആഗോള വിപണിയിൽ വിൽക്കുന്നുണ്ട്. അത് ഇനീഷ്യൽ സ്റ്റേജ് ദ വെസ്റ്റേൺ ഇമ്പാക്റ്റ് വാസ് ദ പെറിഫറൽ ആൻഡ് ലോക്കലൈസ്ഡ്. ഇപ്പം നമുക്കറിയാം, പാശ്ചാത്യവൽക്കരണ ആദ്യ കാലഘട്ടങ്ങളിൽ കുറച്ചു പേരെ മാത്രമേ സ്വാധീനിച്ചിട്ടുള്ളൂ. അതായത് മെയിൻ സിറ്റി, അർബൻ സെൻറ്റർ, അതാണ് ഇമ്പാക്റ്റ്. പെറിഫറൽ ആൻഡ് ലോക്കലൈസ്ഡ്, ഒരു പ്രത്യേക പ്രദേശത്ത്. ആസ് ഇറ്റ് റിമെയിൻ കോൺഫൈൻഡ് ടു മിഡിൽ ക്ലാസ് പീപ്പിൾ അല്ലെങ്കിൽ ഹൈ ക്ലാസ് പീപ്പിൾ, അതവർ സിറ്റിയിൽ താമസിക്കുന്നവർ ഇൻ ദ സിറ്റീസ് ഓഫ് കൽക്കട്ട, ബോംബെ ആൻഡ് മദ്രാസ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് എല്ലാ പ്രദേശങ്ങളിലേക്കും സ്പ്രെഡ് ആവുകയാണ് ചെയ്തത്. ടുഡേ ദ സിറ്റീസ് ആർ നെയിംഡ് എസ് കൊൽക്കത്ത, ബോംബെ, ചെന്നൈ റെസ്പെക്റ്റീവ്ലി. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നിട്ടുണ്ട്, ഒരുപാട് പേർ ഓൾസോ സെൻറ്റേഡ് അറൗണ്ട് ദീസ് സിറ്റീസ്. ഇന്ന് ഈ നഗരങ്ങൾക്ക് യഥാക്രമം കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നൊക്കെയാണ് പേര് നൽകിയിരിക്കുക. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഈ മൂന്ന് നഗരങ്ങളെ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. ഇനി വെസ്റ്റേണൈസേഷൻ ഹാസ് ക്രിയേറ്റഡ് ഫോളോയിങ് ആസ് ഒബ്സർവ് ബൈ വൈ സിംഗ്, യോഗേന്ദ്ര സിംഗ് ആണ് 1973 അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിൽ പാശ്ചാത്യവൽക്കരണം ഭാരതത്തിൽ വരുത്തിയ മാറ്റങ്ങളെന്ന് പറയുകയാണ്. ഒരു പോയിൻ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പഠിച്ചിരിക്കുക. അതായത് ഗ്രോത്ത് ഓഫ് യൂണിവേഴ്സലിസ്റ്റ് ലീഗൽ സൂപ്പർ സ്ട്രക്ചർ. ഇപ്പം നമുക്കും അറിയാം, ഒരു നിയമപരമായ ഒരു ഉപരിഘടന ഉണ്ടാകാൻ കാരണമായി നമ്മുടെ ലീഗൽ സിസ്റ്റം ഓരോ പ്രാദേശിക തലങ്ങളിലും അവിടുത്തെ അധികാരികളുടെ രീതിയിലായിരുന്നു, അവർ കൽപ്പിക്കുന്ന നിയമമായിരുന്നു നിയമം. ഇത് മാറി ഇന്ത്യയിലും മൊത്തം ഒരു നിയമപരമായ സൂപ്പർ സ്ട്രക്ചർ, ഒരു മേൽപ്പുര എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൗണ്ടേഷൻ്റെ മുകളിൽ കെട്ടിപ്പൊക്കുന്ന കൺസ്ട്രക്ഷൻ, അതാണ് മേൽപ്പുര അല്ലെങ്കിൽ ഉപരിഘടന എന്ന് പറയുന്നത്, സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം ഇന്ന് വളരെ വിപുലീകരിച്ചു. പണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമാണ്, ഇന്ന് നിർബന്ധിത വിദ്യാഭ്യാസമാണ്, കമ്പൽസറി എഡ്യൂക്കേഷനാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, തീർച്ചയായിട്ടും വെസ്റ്റേണൈസേഷൻ്റെ സ്വാധീനം തന്നെയാണ്, അല്ലെങ്കിൽ ഇവിടെ ഒരു നഗരവൽക്കരണം ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു. അതുപോലെ തന്നെ വ്യവസായവും ഇത്രയും ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് ഉണ്ടാവില്ലായിരുന്നു. ഇലക്ട്രിസിറ്റി, സ്റ്റീം എൻജിൻ, ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇൻക്രീസ് നെറ്റ്വർക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ നമ്മുടെ ആശയവിനിമയ ശൃംഖലയും പാശ്ചാത്യവൽക്കരണ മൂല്യമാണ് ഇത്രയും ഫാസ്റ്റായി മാറിയത്. അതുപോലെ ദേശീയത വരില്ലായിരുന്നു. ബ്രിട്ടീഷുകാർ ഇവിടെ വന്നത് കൊണ്ട് മാത്രമാണ് തങ്ങൾ അവിടെ ഇവിടെയും ചിതറി നാട്ടുരാജ്യങ്ങളായി കിടന്നിരുന്ന, പല ഭാഷകൾ സംസാരിച്ചിരുന്ന, പല സംസ്കാരം ഫോളോ ചെയ്തിരുന്ന ജനതകൾ ഒറ്റക്കെട്ടായി നിന്ന് തങ്ങൾ ഭാരതീയരാണ്, നാം എല്ലാം ഇന്ത്യക്കാരാണ്, നമ്മളൊരമ്മയുടെ മക്കളാണ് എന്നുള്ള ചിന്ത വന്നത്, ദേശീയത വന്നത്, അതുപോലെ രാഷ്ട്രീയത വന്നത്. അപ്പോൾ ഇവിടെ പൊളിറ്റിസൈസേഷനൊക്കെ വന്നത് ബിക്കോസ് ഓഫ് ദിസ് വെസ്റ്റേണൈസേഷൻ, വെസ്റ്റേൺ ഇമ്പാക്റ്റ്. അതുപോലെ ദീസ് എലമെൻറ്റ്സ് കോൺട്രിബ്യൂട്ടഡ് ദ മോഡേണൈസേഷൻ ത്രൂ ഔട്ട് ദ കൺട്രി. നമ്മുടെ രാജ്യം തീർച്ചയായിട്ടും ഒരു അപരിഷ്കൃത രാജ്യമായിട്ട് കുറേ ഭാഗങ്ങൾ, വളരെ കുറച്ച് മാത്രമേ സിവിലൈസ്ഡ് ആയിട്ട് ജീവിച്ചിരുന്നുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ഒരു അപരിഷ്കൃത സമൂഹമായിട്ട് ജീവിച്ചിരുന്നവരാണ്. അവർക്ക് ഒരു നവീന ചിന്തകൾ, മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ ഔട്ട്ലുക്കിൽ മാത്രമല്ല തിങ്കിങ്ങിൽ വരെ എല്ലാം ഒരു ആധുനികത കൊണ്ടുവരുന്നത് പാശ്ചാത്യവൽക്കരണം തന്നെയാണ്. ഇനി ഏതെല്ലാം തലമെന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ജുഡീഷ്യൽ തലം, ലോ, കോഡ്സ്, ലെജിസ്ലേഷൻ, നിയമങ്ങളെന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് ചൈൽഡ് മാരേജ്, അതുപോലെ ശിശുഹത്യ, സതി, ഇതൊക്കെ സാധാരണമായിരുന്നു. പല കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നടത്തിയിരുന്നതാണ് ശിശുഹത്യ വരെ. അതൊക്കെ ആർക്കും അതൊന്ന് നിരോധിക്കാൻ സാധിച്ചില്ലായിരുന്നു. നിയമം മൂലം, ലെജിസ്ലേഷൻ മൂലം നിരോധിക്കാൻ സാധിച്ചു പാശ്ചാത്യവൽക്കരണത്തിൻ്റെ സഹായത്തോടെ, ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ. അതുപോലെ ലോ കമ്മീഷൻസ് ആൻഡ് സെവറൽ അതർ ലീഗൽ ഇന്നോവേഷൻ, പല നവീകരണങ്ങൾ, പുതിയ നിയമങ്ങൾ ലീഗൽ കൊണ്ടുവന്നു റിലേറ്റഡ് ടു റൂൾസ് ഓഫ് മാരേജ്. ഇപ്പോൾ ശൈശവ വിവാഹം തന്നെ നിരോധിക്കുക, വിവാഹപ്രായം പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഉയർത്തിയതുകൊണ്ട് തന്നെയാണ്. അതുപോലെ ഫാമിലി
ഫാമിലി സെറ്റപ്പിനെ കുറിച്ച് പണ്ട് പോളിജീനി, പോളിയാൻഡ്രി എന്നുള്ള ആ ഫാമിലി കൺസെപ്റ്റൊക്കെ ഒന്ന് മാറി. ഇപ്പോൾ ഫാമിലിക്കെല്ലാം പ്രത്യേകിച്ചൊരു ധാരണകളുണ്ട്. ഡിവോഴ്സ്, അഡോപ്ഷനൊക്കെ ഇപ്പോൾ ഇന്ന് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഇൻഹെറിറ്റൻസ്, അതുപോലെ നമുക്ക് സ്വത്തവകാശം അല്ലെങ്കിൽ പിന്തുടർച്ചാവകാശം, ഇതെല്ലാം. മൈനോരിറ്റി, പണ്ട് ന്യൂനപക്ഷങ്ങളുടെ ശബ്ദം ആരും കേട്ടിരുന്നില്ല, അവരെക്കുറിച്ച് ആരും ചിന്തിച്ചിരുന്നു പോലുമില്ല. അവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. മേധാവിത്വ ജാതികളെയല്ല ഉദ്ദേശിച്ചത്, ഉയർന്ന ജാതിക്കാരെയുമല്ല, താഴ്ന്ന വിഭാഗക്കാരെ, അവശത അനുഭവിക്കുന്നവരെയാണ് മൈനോരിറ്റി എന്ന് എടുത്തു പറയുന്നത്. പ്രിവിലേജ്ഡ് മൈനോരിറ്റീനെ നമ്മൾ മൈനോരിറ്റി എന്ന് പറയാറില്ലെന്ന് കഴിഞ്ഞ ലെസണിൽ പറഞ്ഞു കഴിഞ്ഞു. അവശത അനുഭവിക്കുന്ന, മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗം ന്യൂനപക്ഷങ്ങളാണ് നമ്മൾ മൈനോരിറ്റീസ് എന്ന് ഇവിടെ എടുത്തു പറഞ്ഞത്. അവരുടെ പ്രൊട്ടക്ഷൻസ് ഉണ്ടായത് വെസ്റ്റേണൈസേഷൻ്റെ ആ ഒരു നിയമപരിരക്ഷയോടെ. അതുപോലെ ഭൂ റൈറ്റ്സ്, ലാൻഡ് റൈറ്റ്സ്, ട്രേഡ്, കൊമേഴ്സ്, ഇൻഡസ്ട്രീസ്, ലേബർ, ഇതെല്ലാം തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ വരികയാണ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം പാശ്ചാത്യവൽക്കരണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്നും നിലനിൽക്കുകയാണ്. പോസ്റ്റൽ, റെയിൽവേ, നമ്മളിന്ന് കാണുന്ന പല കാര്യങ്ങളും നമുക്കറിയാം. നമ്മളുകൊണ്ട് പോലീസ്, അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ ജുഡീഷ്യറി സംവിധാനങ്ങൾ, എക്സിക്യൂട്ടീവ് സംവിധാനങ്ങൾ എല്ലാം തന്നെ, പാർലമെൻറ്റ്, ജുഡീഷ്യറി, നിയമകോടതികൾ, നിയമനിർമ്മാണങ്ങൾ, ഇതെല്ലാം തന്നെയും, അതുപോലെ തന്നെ വിവാഹ നിയമങ്ങൾ, നിയമ കമ്മീഷനുകൾ, കുടുംബം, വിവാഹമോചനം എന്നുള്ളൊരു കൺസെപ്റ്റ്. പണ്ട് കാലത്ത് വിവാഹം കഴിച്ചാൽ വിവാഹമോചനം എന്നുള്ളതില്ല. ഇനിയുള്ള ജന്മങ്ങളിൽ പോലും അവർ ഒന്നിക്കും എന്ന് വിചാരിക്കുന്നതാണ് ഹിന്ദു കൾച്ചറിൻ്റെ വിവാഹം. പക്ഷേ അത് വിവാഹമോചനം എന്നുള്ളത് ബ്രിട്ടീഷിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ്. പിന്നെ അഡോപ്ഷൻ, ദത്തെടുക്കൽ, അനന്തരാവകാശം, ന്യൂനപക്ഷങ്ങൾ, ഭൂമി അവകാശം, വ്യാപാരം, വാണിജ്യം, ഇതെല്ലാം തന്നെ നടപ്പിലാക്കിയത് ഇങ്ങനെയുള്ള സ്വാധീനം ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഭാരതത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതാണ് പാശ്ചാത്യവൽക്കരണം എന്നുള്ളത്. ഇനി അടുത്തത് മോഡേണൈസേഷനാണ്. അടുത്ത വീഡിയോയിൽ ഇടാം. താങ്ക് യു.